കൃഷി ഒരു ചികിത്സിക്കുന്ന രംഗം ഒന്ന് കാണിച്ചു വേണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم اخرج بسم الله الرحمن الرحيم قال اخرج منها مذءوما مذءوما مدحورا مذءوما مدحورا مذءوما مدحورا مذءوما مدحورا مذءوما مدحورا مذءوما قال اخرج منها مذءوما مدحورا اخرج قال اخرج منها مذءوما مدحورا قال فاخرج فانك رجيم قال فاخرج فإنك 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 رجيم قال فاخرج قال فاخرج فإنك رجيم قال فاخرج فإنك رجيم قال فاخرج فإنك رجيم اخرج قال فاخرج فإنك رجيم قال فاخرج فإنك رجيم قال فاخرج فإنك رجيم اخرج قال فاخرج فإنك رجيم قال فاخرج فإنك رجيم قال فاخرج فإنك رجيم ഇത് ജിന്ന് മാത്രല്ല മനുഷ്യനും പോണ ആദ്യം നക്കല. എനിക്ക് ചിലപ്പോ വേണമെങ്കിൽ പറയും അത് ഏതോ സുന്നി നടത്തിയതാണ്. വേണ്ട, കായക്കുടിനോട് അയാൾ എന്നെ വിശദീകരിച്ചു തരും അത് ആരാ ആളെന്നും എങ്ങനെ അയാളെ മന്ത്രെന്നും അത് ആരെ പണിയാന്നൊക്കെ കായക്കുടി തന്നെ പറഞ്ഞുതരും. എന്നാ പിന്നെ ഞാനത് മുജാഹിദുകളെ മന്ത്രാക്കി എന്ന് പറയണ്ട, അത് കൂടി ഒന്ന് കണ്ടോളൂ. അതിന്റെ കൂടെ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഈ ചികിത്സകന്മാർക്ക് ആർക്കും രോഗികളിൽ നിന്ന് ഒരു അടിയും കിട്ടല്. ഇവരീ കാണിക്കുന്ന ഇതൊക്കെ ഭയങ്കര പരസ്യമാണ്. ലോകത്തറിയപ്പെടുന്ന മന്ത്രവാദിയാണ് ഇയാൾ സായിദ്. അയാളുടെ സൈറ്റ് ഉണ്ട്, അയാളുടെ ഫോൺ നമ്പർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ബന്ധപ്പെടാം. അയാള് മൊബൈലിലൂടെ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. മൊബൈലിലൂടെ അയാൾ റുഖ്യ നടത്തും. എന്ന് മാത്രമല്ല, അയാളുടെ സൈറ്റിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ അയാൾ പഠിപ്പിക്കുകയും ചെയ്യും. അത്ര വലിയ മന്ത്രവാദിയാണ്. ഇവര് പറയുന്ന ആ സലഫി മന്ത്രവാദികളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ്. സിവില് കഴിഞ്ഞു, ഇനി ക്രിമിനലിലേക്ക് കടക്കാൻ പോവാണ്. ആ സ്പ്രേ അല്ലേ, മൂക്കിൽ സ്പ്രേ അടിക്കണല്ലേ? ആ മൂക്കിലുള്ള ജിന്നിനെ മൂക്കിൽ അങ്ങനെ തുപ്പാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്പ്രേ അടിച്ചിറക്കാൻ മൂക്കിൽ സ്പ്രേ, എന്നിട്ടോ ഷർട്ട് പൊക്കി അതിന്റെ ഉള്ളിൽ സ്പ്രേ, പലതരത്തിലുള്ള സ്പ്രേകൾ ഉപയോഗിച്ച് ജിന്നിനെ ഇറക്കുന്നു. ഇതിനാ ബാലുശ്ശേരി പറഞ്ഞ കേന്ദ്രം വേണം. ഇതിനാ സക്കരിയ പറഞ്ഞ നമ്മളെ പള്ളീന്റെ ചരുവനുവദിക്കണം. ഇതിനു വേണ്ടി അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അപ്പോ സഹോദരങ്ങളെ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് മന്ത്രവാദം തുടങ്ങി, ഇപ്പൊ ക്രിമിനൽ മന്ത്രം വരെ ഉണ്ടായി എന്നാണ് കായക്കുടി പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിച്ചാൽ വെറുതെ പറയല്ലേ, ഈ കള്ള ശരീരത്തുണ്ടാക്കി ഇങ്ങനെ തന്നെ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ പോയിന്റ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രം അതുകൊണ്ട് ഊതിയ ശൈത്താനല്ല എല്ലാ മുജാഹിദും പോവും. അയ്യാതി മന്ത്രണ്ട്, അതിലിവിടെ തർക്കല്ല. ബോധം കെട്ട് പാമ്പിന്റെ കടിയേറ്റ് ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ നേരെ വന്ന് അതാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് കേട്ട ഒരു സ്വഹാബി ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ബുഖാരിയിലുണ്ട്. ഒറ്റ മന്ത്രം ഫാത്തിഹ ഓതി അങ്ങ് ഊതിയപ്പോ അയാൾ അതാ എഴുന്നേറ്റിരുന്നു. മന്ത്രം ഫലിച്ചു. ബുഖാരിയിലുള്ള മന്ത്രമാണ്. മാത്രമല്ല അതിന് 30 ആട് കൂലിയും വാങ്ങി. സഹോദരങ്ങളെ, ആടിനെയും തെളിച്ച് ഇലാ ഹദറത്തി റസൂലില്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നു. നബി തങ്ങൾ ചോദിച്ചു, എവിടെന്നാ ആടിനെ കിട്ടിയത്? അപ്പൊ പറഞ്ഞു, മന്ത്രിച്ചു വരികയാണ്. 29 എണ്ണവും നിങ്ങൾ എടുത്തോ, ഒന്ന് എനിക്കും തന്നോ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ മന്ത്രിക്കലും മന്ത്രിച്ച് പൈസ വാങ്ങലും അതൊക്കെ ശരീഅത്തിലുള്ളതാണ്. മന്ത്രത്തിന്റെ പ്രത്യേകത ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ്. പക്ഷേ മന്ത്രം എന്തെന്നറിയാത്ത മുജാഹിദുകൾ അവര് ഭദ്രത്തിന്റെ പിന്നിൽ പോയാലോ അത് സ്വീകരിക്കാൻ വകുപ്പില്ല. അത് മന്ത്രമല്ല.